Hi friends, എല്ലാവർക്കും നമസ്കാരം. ലേൺ ICT സ്കിൽ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് LibreOffice Calcന്റെ കഴിഞ്ഞ അധ്യായത്തിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നാം പരിചയപ്പെട്ട നാം ചെയ്ത വർക്കിന്റെ ഒരു ഫോർമാറ്റാണ് നാം കാണുന്നത്. ഇനി നമുക്ക് അതിനാവശ്യമായ മാട്രികൾ ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് നാം. സപ്പോസ് നമ്മളിതെല്ലാം മാറ്ററുകളെല്ലാം ടൈപ്പ് ചെയ്തു അതിന് ശേഷം നമ്മളിപ്പോൾ കാണുന്നത് ഞാൻ ആ വർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഡെമോ ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിൽ ഞാനൊന്ന് അല്പം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ വർക്ക് എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ഫോർമാറ്റ് ചെയ്യാം. ഫോർമാറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിനെ കുറച്ചുകൂടെ ബ്യൂട്ടിഫൈ ചെയ്ത് നമുക്ക് നമ്മുടെ ആവശ്യകതയ്ക്കനുസരിച്ച് ആക്കിയെടുക്കാം. അതിന് സബ് ടൈറ്റിൽ ഒരല്പം കൂടെ വലുതാക്കണമെങ്കിൽ നമുക്ക് വലുതാക്കാം. വേറെ നിറമാണ് കൊടുക്കേണ്ടതെങ്കിൽ വേറെ നിറം കൊടുക്കാം. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ഈ പ്ലേസൊക്കെ ഈ സെല്ലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വരുന്നത്. നമുക്ക് ഒരുപക്ഷെ ഇതൊക്കെ സെൻറ്ററായിട്ടാണ് വരേണ്ടതെങ്കിൽ അല്ലെങ്കിൽ ഞാനൊന്ന് കാണിക്കാം. ഇപ്പോൾ നമുക്ക് ഏത് സെല്ലാണോ സെൻറ്റർ ആക്കേണ്ടത്, ഏത് സെല്ലിലെ കണ്ടൻസ് ആ സെല്ല് സെലക്ട് ചെയ്യുക. സെൽ ഇവിടെ അലൈൻ സെൻറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സെൻറ്റർ ആവും. നമ്മുടെ ഇതിലെ കണ്ടൻറ്റും നമുക്ക് സെൻറ്റർ ആകണമെങ്കിൽ അതെല്ലാം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യണതിന് ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്തിട്ട് മൗസ് ഹോൾഡ് ചെയ്ത് പിടിച്ച് താഴോട്ട് ഏതുവരെയുള്ള സെല്ലാണോ നമുക്ക് മാറ്റേണ്ടത് അത്രയും സെലക്ട് ചെയ്യുക. സെൻറ്റർ ആക്കിയാൽ സെൻറ്ററായി. ഈ പോസ്റ്റ് അതും നമുക്ക് സെൻറ്റർ ആക്കണമെങ്കിൽ അങ്ങനെ സെൻറ്റർ ആക്കാം. ഇല്ല കണ്ടൻറ്റും ഇതാക്കണമെങ്കിൽ സെലക്ട് ചെയ്യുക, സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഗ്രിഡ് ലൈൻസുകളൊക്കെ ഈ ലൈനുകളൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ ഇത് നോൺ പ്രിൻ്റബിളാണ്. പ്രിൻ്റ് ചെയ്യുമ്പോൾ വരുന്നതല്ല. ഇത് പ്രിൻ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അതിനായി പ്രിൻ്റ് പ്രിവ്യൂ എന്ന ഓപ്ഷൻ എടുക്കാൻ ഫയലിൽ ക്ലിക്ക് ചെയ്യുക. പ്രിൻ്റ് പ്രിവ്യൂ, അതായത് പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള വ്യൂ. ഇവിടെ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ ആ ഗ്രിഡ് ലൈൻസ് കാണുന്നുണ്ടെങ്കിലും പ്രിൻ്റ് ചെയ്യുമ്പോൾ അതൊന്നും വരാറില്ല. അങ്ങനെ വരണമെങ്കിൽ നാം അതിന് പ്രത്യേകിച്ച് ആ ഗ്രിഡ് ലൈൻസിന് ബോർഡറൊക്കെ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ബോർഡർ കൊടുക്കണമെങ്കിൽ ചെയ്യേണ്ടത് നമ്മുടെ വർക്കിൻ്റെ ഏരിയ സെലക്ട് ചെയ്യുക. സ്റ്റാർട്ടിങ്സിൻ്റെ സെല്ല് സെലക്ട് ചെയ്ത് താഴോട്ട് സെലക്ട് ചെയ്യുക. ഇതുവരെയാണ് നമ്മുടെ ഏരിയ. അത്രയും സെലക്ട് ചെയ്തതിന് ശേഷം ഇതാണ് ബോർഡേഴ്സിൻ്റെ ടൂൾ ഇരിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും അവസാനത്തെ ടൂൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വർക്കിനെല്ലാം ഇപ്പോൾ ബോർഡറായി കഴിയും. ഇപ്പോൾ വ്യത്യാസമാകുക, നമ്മുടെ ഈ വർക്കിന് വെളിയിലുള്ളത് നോൺ പ്രിൻ്റബിൾ ആയിട്ടുള്ള ലൈനുകളാണ്. പക്ഷേ ഈ ബ്ലാക്ക് ഇതെന്ന് പറയുന്നത് പ്രിൻ്റബിൾ ആയിട്ടുള്ളതാണ്. ഇനി നമ്മൾ പ്രിൻ്റ് പ്രിവ്യൂ ഒന്ന് നോക്കാം. പ്രിൻ്റ് പ്രിവ്യൂവിൽ കാണുന്നത് എന്തൊക്കെയാണോ അതെല്ലാം പ്രിൻ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. നേരത്തെ നമ്മൾ പ്രിൻ്റ് പ്രിവ്യൂ കൊടുത്തപ്പോൾ വെറും മാറ്റ് മാത്രമേ വന്നുള്ളൂ, ഈ ബോർഡറൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ബോർഡർ കൊടുത്തത്. നമുക്കൊന്ന് പ്രിൻ്റ് പ്രിവ്യൂ നോക്കാം. ഫയൽ, പ്രിൻ്റ് പ്രിവ്യൂ. ഇപ്പോൾ നോക്കി ബോർഡർ ഉള്ളതായിട്ട് കാണാം. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മൾ കൊടുത്ത വർക്ക് സെൻറ്റ് പീറ്റേഴ്സ് ഹൈസ്കൂൾ ബാക്കിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിവിടെ കാണുന്നില്ല. നെയ്യാറ്റിങ്കര BRC എന്നുള്ളത് ഇവിടെ കാണുന്നില്ല, ഫുള്ളായിട്ട് കാണുന്നില്ല. മാത്രവുമല്ല സീരിയൽ നമ്പർ, നെയിം, ഹൗസ് നെയിം, പ്ലേസ്, ഇവിടെ പോസ്റ്റുണ്ട്, പിന്നുണ്ട്, ഡിസ്ട്രിക്റ്റ് ഉണ്ട്, അതൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നാം. നമ്മൾ കൊടുത്ത മാറ്ററിയൽ ഫുള്ളായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ പ്രിൻ്റ് പ്രിവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും മാത്രമേ കാണുന്നുള്ളൂ എന്നാണ് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാറ്റർ ഈ രീതിയിൽ പ്രിൻ്റ് ആക്കി കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ നാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പേജിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ പേജിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വെർട്ടിക്കലായിട്ടുള്ള രീതിയിലും നമുക്ക് മാറ്ററുകൾ പ്രിൻ്റ് ചെയ്തെടുക്കാം, ഹൊറിസോണ്ടലായിട്ടുള്ള രീതിയിലും പ്രിൻ്റ് ചെയ്തെടുക്കാം. വെർട്ടിക്കൽ പേജിങ്ങിനെ നമ്മൾ പോർട്രേറ്റ് എന്ന് പറയും. ഹൊറിസോണ്ടലായിട്ടുള്ള രീതിയെ നമ്മൾ പറയുന്നത് ലാൻഡ്സ്കേപ്പ് മോഡെന്നും പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്രയും വീതി കൂടിയ ഒരു വർക്കായതുകൊണ്ട് ഇതൊരു വിഡ്ത്ത് വൈസിലായിട്ടുള്ള വർക്കാണെങ്കിൽ സാധാരണ ഒരു പേജിൽ നമുക്ക് നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും പോർട്രേറ്റ്, അതായത് വെർട്ടിക്കലായിട്ടുള്ള രീതിയിലാണ് പ്രിൻ്റ് ചെയ്തെടുക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു പേപ്പറിൽ ഇത് പ്രിൻ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പകുതി മാറ്ററേ ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്തരം മാറ്ററുകൾ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പേജിനെ ഇവിടെ ലാൻഡ്സ്കേപ്പായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ലാൻഡ്സ്കേപ്പായിട്ട് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എപ്പോഴും നാം പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം കൊടുക്കേണ്ട ഓപ്ഷൻ പ്രിൻ്റ് പ്രിവ്യൂ ആണ്. അതിൽ ഫയൽ, പ്രിൻ്റ് പ്രിവ്യൂ, ഇവിടെ ഒരു സൂം ഇൻ ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അല്പം സൂം ചെയ്ത് കാണാം. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മാറ്ററിനെ ലാൻഡ്സ്കേപ്പിലോട്ട് മാറ്റുക. എന്നാൽ മാത്രമേ നമുക്ക് വീതിക്കുള്ള വർക്കായ വിഡ്ത്ത് വൈസിലായുള്ള വർക്കായതുകൊണ്ട് മുഴുവനും ഒരു പേജിൽ നിൽക്കത്തുള്ളൂ. അവിടെ
ഫോർമാറ്റ് പേജ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്, ഇവിടെ നോക്കി ഈ ഓറിയൻറ്റേഷൻ വെർട്ടിക്കലായിട്ട് കിടക്കുന്നതുകൊണ്ട് ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ പേപ്പർ തിരിച്ചുള്ള രീതിയിലാണ് ലാൻഡ്സ്കേപ്പ്, അപ്പം വിഡ്ത്ത് വൈസിലാണ്. അപ്പം ഈ ഓറിയൻറ്റേഷൻ ലാൻഡ്സ്കേപ്പ് കൊടുത്ത് ഓക്കെ കൊടുക്കുക. ഓറിയൻറ്റേഷൻ ലാൻഡ്സ്കേപ്പ് ആക്കിയപ്പോൾ നോക്കുക, നമ്മുടെ പ്രിവ്യൂ ഒന്നും മാറിയതുണ്ടോ? നമ്മുടെ മാറ്ററുകൾ വൈസിലായിരിക്കും പ്രിൻ്റ് ചെയ്ത് വരുന്നത്. എപ്പോഴും നാം പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം കൊടുക്കേണ്ട ഓപ്ഷൻ പ്രിൻ്റ് പ്രിവ്യൂ ആണ്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ ഇത് ചെയ്യുന്നുണ്ട്. ഇതിനൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ ബോർഡർ കൊടുത്തതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളേഴ്സൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിന് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് കൊടുക്കാനാണെങ്കിൽ ഇത് ടെക്സ്റ്റിൻ്റെ കളറാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ വേണ്ടി ഈ ടൂളാണ്. ഇവിടെ ഞാനൊരു ലൈറ്റ് കളർ ഇങ്ങനെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഈ രണ്ടിതിനും, അല്ലെങ്കിൽ ഇവിടെ ഒരു യെല്ലോ കളർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് കൊടുക്കാം. ഈ രണ്ട് സെൽസിനും ഒരു ഇത് കൊടുക്കുന്നു. ഈ കോളം ഹെഡിങ്ങിനെല്ലാം കൂടെ ഞാൻ ഒരു ബ്ലൂ ഷെയ്ഡ് കൊടുക്കുന്നു. ഈ മാറ്റർ എല്ലാത്തിനും കൂടെ ഞാൻ ഒരു പിങ്ക് കളർ. ഇപ്പോൾ നമുക്ക് നമ്മുടെ വർക്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു സാമ്പിൾ വർക്ക് എന്നുള്ള രീതിയിൽ പരിചയപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയലിനെ അപേക്ഷിച്ച് കൂടുതലായി ചെയ്തത് ബോർഡർ കൊടുത്തു, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു, പിന്നെ പേജ് നമ്മൾ ലാൻഡ്സ്കേപ്പായിട്ട് സെറ്റ് ചെയ്തു. ഇത്രയും കാര്യം ചെയ്തതിനു ശേഷം ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ വർക്കിനെ എങ്ങനെ ഒരു PDF ആക്കി മാറ്റാം എന്നതാണ്. നമ്മളിപ്പോൾ ഇതിനെ PDF ആക്കാൻ വേണ്ടി ആദ്യം ഈ ഫയലിനെ സേവ് ചെയ്യുക. നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ ഫയൽ സേവ് കൊടുക്കുമ്പോൾ പേര് കൊടുക്കുക. ഇവിടെ ഞാൻ സാമ്പിൾ ഒന്നൊന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സേവ് ചെയ്തതിന് ശേഷം നമുക്ക് PDF ആക്കണമെങ്കിൽ ഫയൽ എക്സ്പോർട്ട് ആസ് PDF എന്ന് കൊടുക്കുക. എക്സ്പോർട്ട് ആസ് PDF എന്ന് കൊടുത്ത ശേഷം ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല, എക്സ്പോർട്ട് ഒന്ന് തന്നെ കൊടുക്കുക. അവിടെയും വീണ്ടും പേര് ചോദിക്കും. ഇവിടെ നമുക്ക് വേറൊരു പേര് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ പേര് തന്നെ അവിടെ കിടക്കും. ഉദാഹരണത്തിന് അഡ്രസ് ഡീറ്റെയിൽസ് എന്നാണ് എങ്കിൽ, അപ്പോൾ ഇത് സേവ് ആകുന്നത് ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിലാണ്. നമുക്ക് വേറെ ഫോൾഡറിലാണ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ നമുക്ക് ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ഡോക്യുമെൻറ്റ്സ് എന്നതിന് കൊടുക്കുന്നു. പേര് അഡ്രസ് ഡീറ്റെയിൽസ് സ്റ്റാൻഡേർഡ് 10 എന്ന് കൊടുത്തിട്ട് സേവ് കൊടുക്കുന്നു. നമുക്ക് ഈ വർക്ക് എവിടെ സേവ് ആയെന്ന് നോക്കിയാൽ പ്ലേസസിനകത്ത് ഡോക്യുമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ഡോക്യുമെൻറ്റ്സിനകത്ത് ഞാൻ പേരെടുത്ത അഡ്രസ് ഡീറ്റെയിൽസ് സ്റ്റാൻഡേർഡ് 10 എന്ന് പറഞ്ഞിട്ടൊരു PDF. ഇത് നമുക്ക് ആവശ്യാനുസരണം USB കേബിൾ ഉപയോഗിച്ചോ മറ്റേതെങ്കിലും രീതിയിലോ നമുക്ക് ഇതിനെ മൊബൈലിലോട്ട് മാറ്റി കുട്ടികൾക്കോ മറ്റ് ആവശ്യമുള്ള സ്ഥലത്തോ അയച്ച് കൊടുക്കാവുന്നതാണ്. ഇനിയും ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടും മറ്റ് കാര്യങ്ങൾ നമുക്ക് വരുന്ന ട്യൂട്ടോറിയലിലൊക്കെ പരിചയപ്പെടാം. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു ട്യൂട്ടോറിയൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.